എന്തപ്പോ വിളിച്ചാരൊന്നും ചെയ്യാതെ വന്ന്? ഒന്നല്ല, എല്ലാരും കാണണമെന്ന് വിചാരിച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഏ എല്ലാ എന്താ അളിയനും കുട്ടികളൊന്നും വരാന്ന്? ഓൽക്കിന്ന് ക്ലാസ് ഉണ്ടോ? കുട്ടികൾക്ക് സ്കൂളുണ്ട്. പിന്നെ ഇക്ക ഇണ്ട അവിടെ. ഓല് വന്നാ ഇക്കാന്റെ അടുത്ത് നിന്നോളും. അല്ല, കാക്ക എവിടെ? ഓനെ കാണാനാ ഞാൻ പ്രത്യേകിച്ച് വന്നത്. ഇക്ക അങ്ങാടി പോയതാണ്. ഇനി എപ്പളാ വരാന്നൊന്നും അറിയില്ല. എന്തോ ഓഫീസിൽ എന്തൊക്കെയോ കാര്യം പറയാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയതാണ്. അതെ, അങ്ങനെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയോ എനിക്ക്? ആ, ഞാൻ വിളിച്ചോക്കാം. ഈ ഇരിക്കേ. ആ, ഞാൻ ഇരിക്ക. ഈ എന്താ നോക്കണ്? ഒന്നല്ല, ഞാനേ പേരൊക്കെ ആകെ മാറിക്കണ്. ഇപ്പ ഇമ്മയൊക്കെ ഉണ്ടാവുമ്പോ ഒരു ഒച്ചയും വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നതാണ് ഞാന്. എന്നിപ്പോ ഒരുപോലെ ഇരിക്കാൻ പറ്റൂലല്ലോ. എന്തെങ്കിലൊക്കെ ഒരു മാറ്റൊക്കെ വേണ്ടേ? അനക്ക് ചായ വേണ്ടേ? ചായ കുടിച്ചോ? ചായ ഇപ്പൊ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോണ്ട്. എന്നാ അനക്ക് വേണ്ടുമ്പോ എടുത്ത് കുടിച്ചോ. അല്ല, തേങ്ങ കിട്ടീനോ പറമ്പില്? എനിക്ക് ഒരു 10 തേങ്ങ വാണ്ടീന്. ഉണ്ടെങ്കി മതിട്ടാ. തേങ്ങ ഇല്ലടി, തേങ്ങേ പറമ്പിൽ ഇടാൻ തന്നെ ഉണ്ടാവലില്ല. എപ്പോഴെങ്കിലൊക്കെ ഓരോന്ന് 2 ചാടും. പിന്നെ അയിമൊന്നും തേങ്ങ ഇല്ലേനും. ആ കൂലി കൊടുക്കണേക്കായി നല്ലത് അങ്ങനെ വീണിട്ടെടുക്ക. അപ്പൊ വിൽക്കുമ്പോ ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകും. പിന്നെ അയൽവാസികളൊക്കെ എടുത്തുകൊണ്ടുപോകും. ഞങ്ങളതൊന്നും ശ്രദ്ധിക്കലില്ല. പിന്നെ കൂലിയൊക്കെ ഉണ്ട്, ആൾക്കാരെ കൊണ്ട് ഇടീപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള തേങ്ങ ഉണ്ടാവൂല്ല. ഞാൻ അവിടെ തേങ്ങ ഇല്ല, പൈസ കൊടുത്ത് വാങ്ങലാണ്. അപ്പൊ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുമ്പോ ഒരു 10 കൊണ്ടുപോകാന്ന് വെച്ചാൽ സാരില്ല. ഞാൻ ഇന്ന് പോകുമ്പോ വാങ്ങിയാണ്ട് പോയിക്കോണ്ട്. എന്നിട്ട് പോകുമ്പോ എന്നാ 10 വാങ്ങിയാണ്ട് പോയിക്കോ, അതപ്പൊ നല്ലത്. എന്നിട്ട് ഇവിടെ ഇരിക്കട്ടാ. ആൾക്കാരൊക്കെ ആകെ മാറി. അല്ലെങ്കിൽ ഉപ്പയൊക്കെ ഉണ്ടാവുമ്പോ തന്നെയാണ് ഒരു പെരാവും. ഇത് ഓരൊറ്റക്ക് ആളെ ജീവിതം. നമ്മളൊക്കെ ഒരു അധികപ്പറ്റ്. സാരില്ല.